പുസ്തകങ്ങൾ വായിക്കേണ്ടവരാണ് നമ്മുടെ മക്കളൊക്കെ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വളരുന്ന സമൂഹത്തില് പുസ്തകം തീരെ കണ്ടുകൂടാ, പുസ്തകം തീരെ വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് എന്തായാലും ഒരു മാസത്തില് 2-3 രൂപയെങ്കിലും പുസ്തകത്തിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. പൊതുവെ നമ്മുടെ ജനറേഷനിൽ പുസ്തകം വായിച്ച് ശീലമുള്ള കുട്ടികൾ പോലുമില്ല. സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല, പുസ്തക വായനയെ സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും പുസ്തക വായന പ്രോത്സാഹനമായിട്ട് ഇപ്പോഴത്തെ പാരന്റ്സ് കൊച്ചു പുസ്തകങ്ങൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ മക്കൾ പുസ്തകം വായിക്കണമെങ്കിൽ പാരന്റ്സ് വായിക്കുന്നവരാകണം. നമ്മൾ ലൈബ്രറി തുടങ്ങിയതുകൊണ്ടായില്ല, ലൈബ്രറിയുടെ കൂട്ടായ്മകൾ ഉണ്ടായില്ല. നമ്മളിപ്പോ വായനാശീലമുള്ള ആളുകളാണ്. ഇപ്പൊ ഇവിടെ 50 കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്കൊരു 10 വയസ്സ് കൂടി ആയുസ് കൂടണമെങ്കിൽ അതിനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരിപ്പോ 60 വയസ്സാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമെങ്കിൽ അതിനൊക്കെ ഒരു 10 വയസ്സ് കൂടി കൂട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു 70 വയസ്സ് വരെ ജീവിക്കാൻ, ഒരു 80 വയസ്സ് വരെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നമ്മൾ നിരന്തരമായി പുസ്തകം വായിക്കുക എന്നതാണ് പരിഹാരം. പുതിയ അറിവുകൾ നമ്മൾ നേടുമ്പോൾ, പുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇന്റലക്ച്വലി നമ്മൾ വളരാൻ, നമ്മൾ എൻഗേജ് ആവാൻ, നമ്മുടെ ശരീരവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നിരന്തരമായി എൻഗേജ് ആവാൻ. അങ്ങനെ എൻഗേജ് ആകുന്ന സമയത്ത് നമ്മുടെ രോഗങ്ങൾ നമ്മൾ അലട്ടില്ല. ഇവിടെ വേദനയുണ്ടോ, മുട്ടുവേദനയുണ്ടോ, നടുവേദനയുണ്ടോ എന്ന തോന്നലുകളാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി മരുന്നുകൾ കഴിക്കാനുള്ള കാരണം. എന്തുകൊണ്ട് ആ തോന്നൽ വരുന്നത്? ഒരു പണിയില്ലാതെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ്. അതിനു പകരം നമ്മൾ നിരന്തരമായി പുസ്തകം വായിച്ചു നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാം, നമ്മൾ നിരന്തരമായിട്ട് പുസ്തകം വായിച്ചു നോക്കിയേ. നമ്മൾ അഞ്ച് ആയത്ത്, അത് വായനയുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഒന്നാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: എത്ര നീ വായിക്കണം. സ്വാഭാവികമായി ലൈബ്രറിയുടെ കൂട്ടായ്മ ഇങ്ങനൊരു ഇഫ്താർ സംഘടിപ്പിക്കുമ്പോൾ, ലൈബ്രറിയുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും പ്രസക്തമായ ഒരു വിഷയമാണ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം. അതൊരു ദൈവികമായ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസത്തെയാണ് ആ ഒരു ആയത്ത് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അതൊരു സെക്യുലറായ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തക്കട്ടയിൽ നിന്ന് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം. എംബ്രിയോളജിയാണ്, ഭ്രൂണശാസ്ത്രത്തെയാണ് ആ ഒരു ആയത്ത് സൂചിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞു ഖലഖൽ ഇൻസാന മിൻ അലഖ്, യഖ്റഉ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. പിന്നെ അടുത്ത ആയത്ത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒന്നാമത്തെ ആയത്തിൽ മതവിദ്യാഭ്യാസമായി, രണ്ടാമത്തെ ആയത്തിൽ ഭൗതികമായ സെക്യുലർ വിദ്യാഭ്യാസമായി, മൂന്നാമത്തെ ആയത്ത് പറയുന്നത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നാണ്. അപ്പൊ എഴുത്തും വായനയെയും പരിശുദ്ധ ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കാൻ. അവസാനമായി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്ത് ഒരു സൗഹൃദം പങ്കിടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. എല്ലാ മതക്കാരും ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് വായന, സ്പോർട്സ്, അവിടെ ഒന്നും മതങ്ങളില്ലല്ലോ. ഇപ്പോ സ്പോർട്സ് ജിമ്മിന് പോയാല് നമ്മൾക്ക് അവിടെ എല്ലാ മതക്കാരുണ്ടാവും. ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികൾ, എല്ലാ മതക്കാരും ജിമ്മിനുണ്ടാവും. ഒരു ഫുട്ബോൾ കളിക്കുന്ന ടൂർണമെന്റ് ആണെങ്കിൽ അവിടെയും എല്ലാ മതക്കാരുണ്ടാവും. അതുപോലെ ഒരു സെക്യുലർ ആയ ഒരു ഏരിയയാണ്, എല്ലാ മതക്കാരും ഒരുമിച്ച് കൂടുന്ന ഒരു ഏരിയയാണ് ലൈബ്രറി എന്ന് പറയുന്നത്, വായന എന്ന് പറയുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചു വളരുമ്പോഴാണ് നമ്മൾ ഇന്റലക്ച്വലായിട്ട് വളരും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് വായന പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരു മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കേണ്ടവരാണ് നമ്മൾ, മിനിമം ഒരു പുസ്തകമെങ്കിലും വായിക്കേണ്ടവരാണ് നമ്മൾ, നമ്മുടെ മക്കളൊക്കെ.
പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വളരുന്ന സമൂഹത്തില് പുസ്തകം തീരെ കണ്ടുകൂടാ, പുസ്തകം തീരെ വാങ്ങിക്കാറില്ല. ഞാനൊക്കെ എന്തായാലും ഒരു മാസത്തില് ഒരു 2-3 രൂപയെങ്കിലും പുസ്തകത്തിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. പൊതുവെ നമ്മുടെ ജനറേഷനിൽ പുസ്തകം വായിച്ച് ശീലമുള്ള കുട്ടികൾ പോലും ഇല്ല. സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല, പുസ്തക വായനയെ സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുപോലെ തന്നെ വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, നല്ലൊരു ഇന്റലക്ച്വലായ വളർച്ച ഉണ്ടാകും, നല്ലൊരു വിളച്ചിൽ. അല്ലെങ്കിലോ വായിക്കാതെ വളരുമ്പോ വളയും, വളഞ്ഞിട്ടാ നമ്മൾ വളരെ വായിക്കാതെ വളർന്നാൽ. അതുകൊണ്ട് നമ്മൾ വായനയുടെ സന്ദേശം കൈമാറുന്നവരാവുക. ഈ ഒരു ലൈബ്രറിയുടെ മുന്നിൽ നിന്നുള്ള ഇഫ്താർ മീറ്റില് എനിക്ക് എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരോടും സഹോദരങ്ങളോടും എല്ലാ മതക്കാരോടും പറയാനുള്ളത്, നമ്മൾ വായനയെ നന്നായി പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മൾക്കിടയിലുള്ള തീവ്രവാദങ്ങളും പ്രശ്നങ്ങളും വർഗീയ പ്രശ്നങ്ങളും ഡിസ്ക്രിമിനേഷനും ഒക്കെ മാറിക്കിട്ടും. എന്നിട്ട് നല്ലൊരു കൂട്ടായ്മയായി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതിനു വേണ്ടി സജ്ജീകരിച്ച ഒരുങ്ങിയ എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരാൻ നമ്മൾ എൻഗേജ് ആവാൻ, നമ്മുടെ ശരീരവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നിരന്തരമായി എൻഗേജ് ആവാൻ. അങ്ങനെ എൻഗേജ് ആകുന്ന സമയത്ത് നമ്മുടെ രോഗങ്ങൾ നമ്മൾ അലട്ടൂല. ഇവിടെ വേദനയുണ്ടോ, മുട്ടുവേദനയുണ്ടോ, നടുവേദനയുണ്ടോ എന്നൊരു ഇന്റലക്ച്വലായിട്ട് വളരാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് വായന പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരു മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കേണ്ടവരാണ് നമ്മൾ, മിനിമം ഒരു പുസ്തകമെങ്കിലും വായിക്കേണ്ടവരാണ് നമ്മൾ, നമ്മുടെ മക്കളൊക്കെ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വളരുന്ന സമൂഹത്തില് പുസ്തകം ഒരു ലൈബ്രറിയുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയാണ് ഒരു ഇഫ്താർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങുന്നത് റമദാൻ മാസത്തിലാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഖുർആനിൽ ഏകദേശം 6000 ചില്ലാനം ആയത്തുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ